ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എന്താണ് സൂത്രരചന? വേദാന്തം നാരായണഗുരുവരെ എന്ന ഗ്രന്ഥത്തിൽ സ്വാമികൾ നാരായണപ്രസാദ് വിവരിക്കുന്നു. അദ്വൈത ചിന്തയ്ക്ക് അടിസ്ഥാനമായത് പ്രസ്ഥാനത്രയങ്ങളാണ്. ഉപനിഷത്തുക്കൾ, ശ്രീമദ് ഭഗവദ്ഗീത, ബ്രഹ്മസൂത്രം എന്നിവ ഒന്നു ചേരുന്നതാണ് ഈ പ്രസ്ഥാനത്രയങ്ങൾ. ഇതിൽ ബാദരായണ മഹർഷിയുടെ ബ്രഹ്മസൂത്രം എന്ന കൃതി സൂത്ര രചനയാണ്. ഈ രചനയ്ക്കു ഭാഷ്യം രചിച്ച അനേകരിൽ ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ, മധ്വാചാര്യർ എന്നിവർ തുടങ്ങി അനേകരുണ്ട്. എന്നാൽ 1500 വർഷങ്ങൾ കടന്ന് ശ്രീനാരായണഗുരു വരെയും ആരും വീണ്ടുമൊരു പുതിയ സൂത്രരചന നടത്തുവാൻ തുനിഞ്ഞിട്ടില്ല. എന്നാൽ ബ്രഹ്മസൂത്രത്തിനു വീണ്ടുമൊരു ഭാഷ്യരചന നടത്തിയാൽ അതു തന്നിലുള്ള വ്യത്യസ്തമായ പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാക്കാൻ സാധ്യമാകയില്ല എന്ന ആശയം ഗുരുവിലുണർന്നിരുന്നു. അതിനാൽ വ്യത്യസ്തമായ തന്റെ ആശയങ്ങളെ അദ്വൈത ചിന്തയ്ക്കു നൽകിക്കൊണ്ട് ശ്രീനാരായണഗുരു രചിച്ച മഹത്തായ അറിവിന്റെ ഉറവിടമാണ് വേദാന്ത സൂത്രം എന്ന പേരിൽ ഇന്നു നിലവിലുള്ളത്. അന്നുവരെയും നടന്നു വന്ന ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യരചനകൾ വരുത്തിവച്ച മഭേദങ്ങൾ ഇല്ലാതാക്കിയതു ഈ ഗുരുദേവകൃതിയാണെന്നുള്ള വിശേഷതയും ഈ സൂത്ര രചനയിലൂടെ ഗുരു സാധിച്ചെടുത്തു. ഏകമായ അർത്ഥവ്യാപ്തിയിലേക്കു നയിക്കാൻ സാധിക്കാതിരുന്ന ഭാഷ്യരചനകളെയെല്ലാം മാറ്റിനിർത്തി പരമാത്മാവിലേക്കുള്ള മാർഗത്തെ വിശദമാക്കിത്തരുന്ന രചനയാണ് ഗുരുവിന്റെ വേദാന്ത സൂത്രം. നമസ്തേ. തുടരും.